ഹായ് ഓൾ, ഐ നോബഡി. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 70% ഓഫ് ദ ടൈം നമുക്കൊരു സംബഡി സ്പെഷ്യൽ ഫീലാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് യുണീക്ക് ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ്. ഇതിൻ്റെ സ്റ്റോറി ബിൽഡിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും നല്ല രസമാണ് അത് പോയിരിക്കുന്നത്. സാമാന്യം നല്ല എൻഗേജിങ് ആയിട്ടാണ് അത് പോയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നല്ല കിഡിലൊരു ടെക്നിക്കൽ സൈഡുമാണ്. കാരണം എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ നമ്മളെ നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഒരു 70% ഓഫ് ദ ടൈം. അപ്പോൾ ഇത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പടം ഭയങ്കര റിയൽ ആയിട്ട് തോന്നും, റിലേറ്റബിൾ ആയിട്ട് തോന്നും, ആൻഡ് ഈവൺ അറ്റ് ടൈംസ് ത്രില്ലിങ് ആസ്. പക്ഷെ സംവെയർ ഡൗൺ ദ സെക്കൻഡ് ഹാഫ്, അതിൻ്റെ ഒരു മിഡ് ആകുമ്പോഴത്തേക്ക് ഈ പടം സ്റ്റാർട്ട്സ് ടു ട്രിപ്പ് ഇൻ ദ സെൻസ്. കാരണം ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, കാരണം എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഡ്രാഗ്സ് ഓൺ ലൈക്ക് എനിത്തിങ്. കാരണം ഏത് രീതിയിലോട്ടാണ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതൊരു കൺട്രോൾ ഇല്ലാത്ത പോലൊരു ഫീലിംഗ്. ആ കൂട്ടത്തിലാണെങ്കിൽ ഒരുപാട് ആക്ഷൻ ബ്ലോക്സ് കയറി വരും. എനിക്കെന്തോ അത് ഭയങ്കര അൺനെസസറി ആയിട്ട് തോന്നി ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ. കാരണം ഒരു ലോജിക്ക് പല സീക്വൻസിലും മൊത്തത്തിലൊരു ലോജിക്ക് ഇല്ലാത്ത പോലെ. കാരണം അതുവരെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സിനിമയുടെ ഒരു നല്ലൊരു ടോണിലായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. ഇനി ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോയിന്റിൽ ദേ ഗെറ്റ് ഓവർ അംബീഷ്യസ്. കാരണം വിചാരിച്ച് ഈ പടം വേറൊരു ലെവലിൽ എത്തിക്കാം, നമുക്ക് വേറൊരു ലെവലിലെ കാര്യങ്ങളൊക്കെ കാണിക്കാം, ആൻഡ് ദാറ്റ് എൻഡ്സ് അപ്പ് ബീങ് നൈദർ സിനിമാറ്റിക് നോർ ബീങ് റിയലിസ്റ്റിക് ഓർ എഫക്റ്റീവ് എനഫ്. അപ്പോൾ അങ്ങനെയാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ രണ്ട് ഫേസ് എടുത്താലും കിടിലായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻലി ഒന്നാണ് പെർഫോമൻസ്. ഇപ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ മെയിൻലി. കാരണം പുള്ളി ഭയങ്കര നാച്ചുറലായിട്ടും ഭയങ്കര എഫക്റ്റീവായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ആൻഡ് സപ്പോർട്ടിംഗ് കാസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും കൊള്ളാം. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അശോകനും ഹക്കീം ഷാജഹാനാണ്. അല്ല, ഹക്കീം ഷാജഹാൻ കുറച്ച് വെറൈറ്റി റോളാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ പുള്ളി നല്ല കിടിലമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ജെയ്ക്സ് ബിജോയ്. കാരണം ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവുന്നതിൽ ജെയ്ക്സ് ബിജോയ് വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതല്ല. അതിപ്പോൾ BGM ആയിക്കൊള്ളട്ടെ, കാരണം പല സീൻ എസ്പെഷ്യലി ആ ഹാഫ് ടൈം ബ്ലോക്കിനൊക്കെ കത്തിച്ചിരിക്കുന്ന നല്ല രസമാണ്. ആക്ഷൻ ബ്ലോക്സിൽ നല്ല രസമാണ്. മേ ബി ഈവൺ ആ ഇമോഷണൽ സീൻസിൽ വരെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ പാട്ടുകളും സാമാന്യം വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ആസ്പെക്ട് തോന്നുന്നത്. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ദി ഡ്യൂറേഷൻ ഭയങ്കര കിടിലമായിട്ടുള്ളൊരു സിനിമ ഡ്യൂ ടു ഇറ്റ്സ് എക്സിക്യൂഷൻ, വെറൈറ്റി ആൻഡ് ബ്രില്യൻറ്റ് ടെക്നിക്കൽ സൈഡ്. ബട്ട് എൻഡ്സ് അപ്പ് ബീങ് എ ഡിസപ്പോയിൻറ്റിങ് ആൻഡ് സാഡ്. കാരണം നമുക്കൊരു വിഷമം തോന്നും. കാരണം ഇത്രയും കിടിലമായിട്ട് ഇത്രയും ഹൈ ആയിട്ട് പോയൊരു സിനിമ താഴോട്ട് പോയി അങ്ങനെ ഒരു നോബഡി ഇല്ലാതായിട്ടൊരു ഫീൽ വരുമ്പോൾ യു എൻഡ് അപ്പ് ഫീലിംഗ് എ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ്. സോ താങ്ക് യു.